ലഹരിക്കേസിൽ പിടികൂടുന്നവരുടെ വിവരങ്ങൾ വാർഡുകൾ തോറും പ്രചരിപ്പിക്കണമെന്ന് രക്ഷിതാക്കൾ. പേരന്റ്സ് കോർഡിനേഷൻ ഫോറം, ജനമൈത്രി പോലീസ് സംയുക്തമായി പുതുനഗരം പോലീസ് സ്റ്റേഷനിൽ നടത്തിയ ലഹരി വിരുദ്ധ കൂട്ടായ്മ രൂപീകരണത്തിലാണ് ലഹരി വിൽപ്പനക്കാർക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നത്. ഒരുമിക്കാം മക്കൾക്കായി എന്ന തലക്കെട്ടിൽ നടന്ന ചർച്ചയിൽ ക്ഷേത്രം, മഹല്ല്, വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ, വ്യാപാരികൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. 100 ഗ്രാം കഞ്ചാവ് പിടികൂടിയാലും ജാമ്യം നൽകാത്ത രീതിയിൽ നിയമ സംവിധാനത്തിൽ മാറ്റം വരുത്തണമെന്ന യോഗത്തിൽ ആവശ്യമുയർന്നു. ചെറിയ തോതിൽ ലഹരി വിൽപ്പന നടത്തിയാലും പിടിക്കപ്പെട്ടാൽ ചിത്രം സഹിതം വാർഡുകളിൽ പ്രദർശിപ്പിക്കുവാൻ പോലീസ്, എക്സൈസ്, തദ്ദേശ ഭരണകൂടങ്ങൾ തയ്യാറാവണം. ലഹരി കടത്തിയവരെ ജാമ്യത്തിലെടുക്കില്ലെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തീരുമാനിക്കണം. വാർഡ് തലങ്ങളിൽ ജനജാഗ്രതാ കമ്മിറ്റികൾ പോലീസുമായി ബന്ധിപ്പിക്കണം. ലഹരി വിവരങ്ങൾ ചോരാതിരിക്കുവാൻ പോലീസും എക്സൈസും ജാഗ്രത പാലിക്കണമെന്നും യോഗത്തിൽ വിവിധ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. അതിൽ പ്രധാനമായി ഞങ്ങൾ ഉന്നയിച്ചൊരു വിഷയം എന്ന് പറയുന്നത് ഓരോ വാർഡ് തലത്തിലും ജനജാഗ്രത സമിതികൾ കൂടുക എന്നുള്ള ഞങ്ങൾ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പോലീസ് വിഭാഗങ്ങളിൽ നിന്നും അതുപോലെ ജനമൈത്രി അതിൽ നിന്നൊക്കെ വന്ന് ധാരാളം ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. അപ്പൊ എല്ലാവരും പറയാറുണ്ട് എന്തിനാണ് പെൺകുട്ടികൾ ഇത് ചെയ്യുന്നില്ല എന്നൊക്കെ. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് ഒരു പെൺകുട്ടി വിചാരിച്ചാൽ അവരുടെ അച്ഛനോ അല്ലെങ്കിൽ പിന്നെ ബ്രദേഴ്സോ ആരെങ്കിലും ഒക്കെ ഇതേ അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ പറ്റും എന്ന രീതിയിലാണ് ഞങ്ങൾ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. ടീച്ചർമാർക്ക് യാതൊരു അധികാരമില്ല. കുട്ടിയെ അടിക്കാൻ ബാലാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഇതിനൊരു മാറ്റം വരണം. അതിന് രക്ഷിതാക്കളാണ് ആദ്യമായിട്ട് അഡ്മിഷന് പോകുമ്പോൾ അപ്പത്തെ അധ്യാപകർക്ക് പ്രചോദനം നൽകേണ്ടത് രക്ഷിതാക്കൾ അത് ചെയ്യുന്നില്ല. കുട്ടികൾ പോകുന്നു, അഡ്മിഷൻ വാങ്ങുന്നു. യോഗത്തെ തുടർന്ന് ഒരുമിക്കാം മക്കൾക്കായി എന്ന പേരിൽ പോലീസ്, എക്സൈസ്, വിദ്യാഭ്യാസ, ആരോഗ്യ, ക്ഷേത്ര, മഹല്ല് പ്രതിനിധികളെ ഉൾപ്പെടുത്തി കൂട്ടായ്മ രൂപീകരിച്ചു. പുതുനഗരം, കൊടുവായൂർ, പെരുവമ്പ് പഞ്ചായത്തുകളിലുള്ളവർ പങ്കെടുത്ത യോഗം പുതുനഗരം പഞ്ചായത്ത് പ്രസിഡന്റ് സുധിറ ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു. പാരന്റ്സ് കോർഡിനേഷൻ ഫോറം പ്രസിഡന്റ് ആറുമുഖൻ അധ്യക്ഷത വഹിച്ചു. പെരുവമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാമണി, പുതുനഗരം പഞ്ചായത്ത് അംഗം താജുമ മുജീബ്, പോലീസ് സബ് ഇൻസ്പെക്ടർ പി ശ്രീധരൻ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ചെന്താമര, സ്കൂൾ കോളേജ് പ്രതിനിധികൾ, പുതുനഗരം ഹനഫി മഹല്ല് സെക്രട്ടറി പ്രൊഫസർ അബ്ദുൽ കരീം, വിസ്ഡം ജുമാ മസ്ജിദ് ട്രസ്റ്റ് സെക്രട്ടറി ജാഫർ അലി, എ സാദിഖ്, ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ മുരളീദാസ്, എസ് സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.